അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പവിത്രമായിട്ടുള്ള മാസമാണ് ഈ മാസമെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ പവിത്രമായിട്ടുള്ള ദിനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തെക്കുറിച്ചാണ്, അഥവാ മില്ലത്തു ഇബ്രാഹിം. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗം. എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗം? എന്തായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് റബ്ബ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖലീലായി സ്വീകരിച്ചത്? ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗം പൂർണ്ണമായി ജീവിതത്തെ റബ്ബിന് സമർപ്പിക്കുക എന്നതായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ റബ്ബ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമെ നീ മുസ്ലിമായിരിക്കണം, അഥവാ പരിപൂർണമായി ജീവിതത്തെ നിന്റെ റബ്ബിന് നീ സമർപ്പിക്കണമെന്ന് കൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ മാർഗം. അതുതന്നെയാണ് ദീനും, അല്ലേ? വിശുദ്ധ ഖുർആൻ അത് പ്രഖ്യാപിച്ചുവല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ എന്നത് ഇസ്ലാമാണ്, പൂർണ്ണമായ സമർപ്പണമാണ്. ഈ സമർപ്പണം തന്നെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ ആരാധ്യന്, ആ അള്ളാഹുവിന്, ആ സൃഷ്ടാവിന് ജീവിതത്തെ സമർപ്പിക്കാത്തവനിൽ നിന്ന് അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയില്ല. അതിനെ ദീനായി സ്വീകരിക്കാത്തവനിൽ നിന്ന് അള്ളാഹു അമലുകളെ സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാമല്ലാത്ത ഒന്നിനെ ദീനായി ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ആരെങ്കിലും തേടിയാൽ അവനിൽ നിന്ന് അവൻ്റെ അമലുകൾ അല്ലാഹു എന്ത് ചെയ്യുകയില്ല, സ്വീകരിക്കുകയില്ല. അപ്പം ജീവിതത്തെ മുച്ചൂടും റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, ആ റബ്ബിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ റബ്ബിന് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചു എന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്. ഇനി ആലോചിച്ചു നോക്ക് നിങ്ങൾ, അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പല രീതിയിൽ റബ്ബ് പരീക്ഷിക്കുകയുണ്ടായി. വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പല കൽപ്പനകളെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിലെല്ലാം പൂർണ്ണമായി വിജയിക്കാൻ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾ A+ വാങ്ങിയെടുക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചു. അപ്പോഴാണ് അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാമയോട് പറഞ്ഞത്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, മനുഷ്യ സമൂഹത്തിന് ഇമാമായി, മാതൃകയായി ഇബ്രാഹിമെ ഞാൻ നിന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന്. നോക്ക് നിങ്ങൾ, പല രീതിയിലുള്ള കൽപ്പനകൾ റബ്ബ് പരീക്ഷിക്കുകയാണ്. തൻ്റെ ജീവിതത്തെ റബ്ബിന് സമർപ്പിച്ചു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ചത് ശരിയാണോ എന്ന്. ആ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചു. മാത്രവുമല്ല,
ഈ ഒരു സന്ദേശമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ തലമുറകളിലേക്ക് കൈമാറിയത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിമു വയാഖൂബ്, ഇബ്രാഹിം അലൈഹിസ്സലാമയും അതോടൊപ്പം തന്നെ യാക്കൂബ് അലൈഹിസ്സലാമയും തൻ്റെ സന്താനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം, ഉപദേശം ഇതുതന്നെയാകുന്നു. എന്താണ്? നിങ്ങൾ ഒരിക്കലും പരിപൂർണമായി ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവരല്ലാത്ത രീതിയിൽ മരണപ്പെട്ടു പോകരുത്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പേരക്കുട്ടിയായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മരണമാസന്നമായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ ഉന്നയിച്ചിട്ടുണ്ട്. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാമ മരണമാസന്നമായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ യാക്കൂബ് അലൈഹിസ്സലാമക്ക് മരണാസന്നനായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇല്ല, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് ഉത്തരം പറയാനല്ല, മറിച്ച് അവിടെ നടന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാനാണ് വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ മുമ്പിൽ ഈ ചോദ്യം ഉന്നയിച്ചത്. എന്താ അവിടെ നടന്നത്? മരണാസന്നനായ യാക്കൂബ് അലൈഹിസ്സലാം തൻ്റെ മക്കളെ വിളിച്ചു. എന്നിട്ട് ആ മക്കളോട് ഒരു ചോദ്യം ഉന്നയിച്ചു. ഇത് ഖാല ലി ബനീഹി മാ തഅ്ബുദൂന മിൻ ബഅദി, എനിക്കു ശേഷം ആർക്കു കീഴ്പ്പെട്ട് നിങ്ങൾ ജീവിക്കും? ആരെയാണ് നിങ്ങൾ ആരാധിക്കുക? ആലോചിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. മുജാഹിദുകൾ എന്ന് അവകാശപ്പെടുന്നവർക്കിടയിൽ പോലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നുകൂടി ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആ തൗഹീദിൻ്റെ മുഖം വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്. ആ പിതാവ് ഉന്നയിച്ച ചോദ്യം മാ തഅ്ബുദൂന മിൻ ബഅദി, എനിക്കു ശേഷം നിങ്ങൾ ആരെ ആരാധിച്ചു, ആർക്കു കീഴ്പ്പെട്ട് ജീവിക്കും? അതിനാ മക്കൾ നൽകിയ മറുപടി ഖാലു നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. പിതാവേ, നിങ്ങൾ ആരാധിച്ച നിങ്ങളുടെ പൂർവീകന്മാരായ ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാക്കുമൊക്കെ ആരാധിച്ച ഏകനായ ആ റബ്ബിനെ മാത്രം ആരാധിച്ച് ആ റബ്ബിൽ തവക്കുലാക്കി ഗൈബിയായിട്ടുള്ള എല്ലാ രക്ഷയും ശിക്ഷയും ആ റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ച് ഞങ്ങൾ ജീവിക്കും. മാത്രവുമല്ല വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ആ റബ്ബിന് സമർപ്പിക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, അടുത്ത തലമുറക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ, ആ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ സന്ദേശം അതായിരുന്നു. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്ത്. ആ മില്ലത്ത് പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ പ്രത്യേകം എടുത്തു പറയേണ്ടവയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രാർത്ഥന, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹം നാടിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അടുത്ത തലമുറക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ പരിശോധിച്ചു നോക്ക് നിങ്ങൾ. ഈ നാടിന് നിർഭയത്വം നൽകണമേ എന്ന് അള്ളാഹുവിനോട് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു, ഈ നാട്ടിൽ നീ കായ്ക്കനികൾ നൽകണം, റിസ്ക് നൽകേണ്ടതുണ്ട്. അത് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അദ്ദേഹം ഒരു നിബന്ധന വെച്ചു, മന്നാമന മിൻഹും, വിശ്വസിച്ചവർക്ക് മാത്രമെന്ന്. പക്ഷെ പടച്ചവൻ തിരുത്തി, വമൻ കഫറ, അല്ല ഇബ്രാഹിമെ, ഇഹലോകത്തിൽ അവിശ്വസിച്ചവർക്കും ഞാൻ നൽകും. എല്ലാവരുടെയും സുഖത്തിനും ക്ഷേമത്തിനും നിർഭയത്വത്തിനും വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്ത് മാർഗമാണ്. നമ്മളുടെ നാട് നിർഭയത്വമുള്ളതായി തീരാൻ വേണ്ടി എത്ര പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മളുടെ ബാധ്യതയാണ്, ഇബ്രാഹിം മില്ലത്താണത് എന്ന് തിരിച്ചറിയാം.
പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, ഇവരിൽ നിന്ന് നീ ഒരു ദൂതനെ നിയോഗിക്കണമേ, ഇവർക്ക് നിന്റെ ഗ്രന്ഥം വായിച്ചു കേൾപ്പിക്കുന്ന, ഇവരെ സംസ്കാര സമ്പന്നരാക്കി തീർക്കുന്ന ഒരു പ്രവാചകനെ നീ ഇവരിൽ നിന്ന് റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കീഹിം എന്ന് തുടങ്ങുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് അതിൻ്റെ ഫലം ലഭ്യമായി അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, വരും തലമുറക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. തൻ്റെ മകനെ അല്ലെങ്കിൽ മക്കളെ പരിശുദ്ധ കഅബയുടെ അടുക്കൽ കൊണ്ടുപോയി താമസിപ്പിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനയുണ്ട്. വളരെ ശ്രദ്ധേയമാണ് ആ പ്രാർത്ഥന. പടച്ചവനെ, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധ ഭവനത്തിന്റെ അടുക്കൽ കൃഷിയോഗ്യമൊന്നുമല്ലാത്ത, അങ്ങനെയുള്ള കൃഷികളൊന്നുമില്ലാത്ത ഈ നാട്ടിൽ എൻ്റെ ഈ മക്കളെ ഞാനിതാ റബ്ബേ ഈ പരിശുദ്ധ ഭവനത്തിന്റെ അടുക്കൽ താമസിപ്പിക്കുന്നു. എന്തിന്? റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, പടച്ചവനെ അവർ നമസ്കാരം നിലനിർത്തുന്നവരാവാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം മില്ലത്ത് പരിശോധിച്ചു നോക്ക്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ വീടെടുക്കേണ്ട സ്ഥലം വളരെ കൃത്യമായി നമ്മൾ നിർണ്ണയിക്കാറുണ്ട്. അവിടുത്തെ വഴി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ അങ്ങാടിയുമായി ടൗണുമായിട്ടുള്ള ബന്ധം, അതിനേക്കാളൊക്കെ ഉപരി പടച്ചവനെ എൻ്റെ മക്കൾക്കും നമസ്കാരത്തിന് കൃത്യമുള്ള ഈ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം ഞാൻ എൻ്റെ വീട് നിർമ്മിക്കുന്നത് എന്ന ഒരു ചിന്ത റബ്ബനാ ലിയുഖീമുസ്സലാത്ത് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾക്കുണ്ടാവേണ്ടതല്ലേ? ഇബ്രാഹിം മില്ലത്താണ്. മാത്രവുമല്ല, അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, പടച്ചവനെ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ എന്ന പ്രാർത്ഥന. ആലോചിച്ചു നോക്ക്, വിഗ്രഹ നിർമ്മാതാവായ, വിഗ്രഹത്തെ ആരാധിക്കുന്ന, വിഗ്രഹത്തെ വിൽപ്പന നടത്തുന്ന പിതാവിൻ്റെ മകനായി പിറന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വേള നടത്തിയ പ്രാർത്ഥനയാണ്, പടച്ചവനെ എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹത്തെ ആരാധിക്കുന്നവരാക്കരുതേ എന്ന്, നീ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന്. ഇങ്ങനെ അനവധി പ്രാർത്ഥനകൾ. നോക്കൂ നിങ്ങൾ, അവസാനമായി ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിൽ നടത്തിയിട്ടുള്ള ചില പ്രാർത്ഥനകളുണ്ട്. പടച്ചവനെ, സൽകീർത്തിയുള്ളവനാക്കി തീർക്കണമേ എന്നെ, പിൻഗാമികളിൽ നീ എനിക്ക് സൽകീർത്തി നൽകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചതിനു ശേഷം അദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. എന്തായിരുന്നു ആ പ്രാർത്ഥന? വലാ തുഹ്സിനി യൗമ യുബാസൂൻ. സൂറത്ത് ശുആറയിൽ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. പടച്ചവനെ, പുനരുദ്ധാരണ നാളിൽ, ആ പരലോകത്തിൽ, യൗമുൽ ഖിയാമയിൽ നീ എന്നെ നിന്ദിക്കരുതേ, നീ എന്നെ വഷളാക്കരുതേ. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളോ സമ്പത്തോ ഉപകരിക്കാത്ത ദിവസമാണത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ മനസ്സുമായി വന്നവർക്കല്ലാതെ മറ്റാർക്കും രക്ഷ ലഭിക്കാത്ത ആ നാള്, കൃത്യമായി തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് വന്നവർക്ക് മാത്രം രക്ഷ ലഭിക്കുന്ന ആ നാള്, റബ്ബേ അന്നു നീ എന്നെ വഷളാക്കരുതേ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന, അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്ത് വളരെ കൃത്യമായി തെളിഞ്ഞു കിടക്കുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ടോ ആ രീതിയിൽ? ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? നമ്രൂദും സംഘവും തയ്യാറാക്കിയ അഗ്നിയിൽ നിന്ന് ഒരു പോറലുമേൽക്കാതെ
ഒരു പൊള്ളലുമേൽക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹ് രക്ഷപ്പെടുത്തി. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം മകനെ ബലിയെറുക്കാൻ തയ്യാറായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു ഖലീൽ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹമാണ് പരലോകത്തിൽ എന്നെ വഷളാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് മാതൃകയില്ലേ? തീർച്ചയായും ഉണ്ട് എന്നതാണ് വസ്തുത. ആ രീതിയിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റബ്ബിന് ജീവിതത്തെ സമർപ്പിച്ചവൻ, സമൂഹത്തിന്റെ മുമ്പിൽ വളരെ ബുദ്ധിപരമായി പ്രബോധനം നടത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാം രാത്രിയായപ്പോൾ ഉദിച്ചുയർന്നു വന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും പിന്നീട് പകലായപ്പോൾ ഉദിച്ചുയർന്നു വന്ന സൂര്യനെയും നോക്കി ഇവയാണ് എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥിരതയില്ലാത്തതൊന്നും അസ്തമിച്ചു പോകുന്നവയൊന്നും എൻ്റെ റബ്ബല്ല, എൻ്റെ റബ്ബ് എനിക്ക് യഥാർത്ഥത്തിൽ മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പിഴച്ചുപോയേനെ എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു പ്രഖ്യാപനമുണ്ട്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതാ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ നാഥന് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹിയ. ഈ സമർപ്പണം ഇതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത്. ആ രീതിയിൽ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചു, പടച്ചവന്റെ ശിക്ഷയെ ഭയപ്പെട്ട്, പടച്ചവന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് കഴിയണം, മക്കൾക്ക് കഴിയണം. അതാണ് ഇബ്രാഹിം മില്ലത്ത്. ആ ഇബ്രാഹിം മില്ലത്ത് പിന്തുടർന്ന് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.